പ്രിയപ്പെട്ട കൂട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 3 ആൺകുട്ടികൾ ഉണ്ടായിരുന്നു. അതിൽ നിന്നും ഏറ്റവും മൂത്ത ആൺകുട്ടിയാണ് കാസിം എന്ന് പറയുന്ന കുട്ടി. മക്കയിലെ ജന്നത്തുൽ മുഅല്ലയിൽ തന്നെയാണ് ഉമ്മ ഖദീജ ബീവിയുടെ കൂടെ ഒരു കെട്ടിൻ്റെ ഉള്ളിൽ തന്നെ മകൻ കാസിമും അന്ത്യവിശ്രമം കൊള്ളുന്നത്. മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയിലൂടെയാണ് ഈ കുട്ടി ജനിക്കുന്നത്. ഏകദേശം 17 മാസക്കാലം മാത്രമേ ഈ കുട്ടി ജീവിച്ചിരുന്നുള്ളൂ. മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന പ്രായത്തിൽ തന്നെ കുട്ടി മരണപ്പെടുകയാണ് ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതിയായ സങ്കടമുണ്ടായിരുന്നു. കുട്ടിയുടെ മുലകുടി പൂർത്തിയാക്കാനെങ്കിലും കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഖദീജ ബീവി മനസ്സിൽ ആഗ്രഹിച്ചുപോയി. മനസ്സിൽ തുളുമ്പിയ വികാരം വാക്കുകളായി പുറത്തേക്കൊഴുകി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞു, യാ ഖദീജ, കാസിം മോന്റെ മുലകുടി സ്വർഗത്തിലും തുടരും, അവിടെ വെച്ച് പൂർത്തിയാകും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വാക്ക് കേട്ടപ്പോൾ ഖദീജ ബീവിയുടെ ഹൃദയത്തിൽ ആഹ്ലാദത്തിന്റെ ഓളങ്ങളായി. മോൻ സ്വർഗത്തിൽ നിന്ന് മുലകുടിക്കുന്നത് നേരിട്ടറിയാനായെങ്കിൽ എന്ന് മഹദി ആശിച്ചു. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം, കാസിം മുലകുടിക്കുന്ന ശബ്ദം നിങ്ങളെ അവൻ കേൾപ്പിച്ചു തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു. അപ്പോൾ ഖദീജ ബീവി പറഞ്ഞു, വേണ്ട ദൂതരെ, അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും എനിക്ക് നല്ല വിശ്വാസമാണ്. കാസിം സ്വർഗത്തിൽ മുലകുടിക്കുന്ന കാര്യം അങ്ങ് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. നുബുവത്തിന് മുമ്പ് മക്കയിൽ വെച്ചാണ് കാസിം ജനിക്കുന്നത്. വകതിരിവെത്തുന്നതിന് മുമ്പ് തന്നെ ഇഹലോകം വെടിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് ആദ്യം കൊഴിഞ്ഞുപോയത് കാസിം എന്ന കുട്ടിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് അവിടുത്തെ നുബുവത്തിന് ശേഷമായിരുന്നു കാസിം എന്ന കുഞ്ഞുമോന്റെ മരണം. 17 മാസക്കാലം മാത്രമാണ് കാസിം ജീവിച്ചത്. ശത്രുക്കൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അപഹസിക്കാൻ കാസിമിന്റെ മരണം കാരണമായി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശക്തമായി അധിക്ഷേപിച്ചു. മുഹമ്മദേ, നീ വാലറ്റവനാകുന്നു. നിന്റെ മകന്റെ മരണം നിന്റെ മേൽവിലാസം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഈ അധിക്ഷേപത്തിന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ശക്തമായ രൂപത്തിൽ മറുപടി നൽകുന്നുണ്ട്. ഇന്ന അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. നബിയെ, താങ്കൾക്ക് അല്ലാഹു അനുഗ്രഹങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. അങ്ങയെ അപഹസിക്കുന്നവൻ അവൻ തന്നെയാണ് പരമ്പരയറ്റവൻ, ഒരിക്കലും അങ്ങ് അല്ല. ഖുർആൻ പറഞ്ഞതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അധിക്ഷേപിച്ച ആസുബിന് വായിൽ എന്ന് പറയുന്ന ആ വ്യക്തി സന്താന സൗഭാഗ്യം അനുഭവിക്കാതെ മരണപ്പെടുകയും ചെയ്തു.